ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. പോയി, അതും പോയി കിട്ടി. തോറ്റു സർവ്വസാധാരണം. പക്ഷേ ഒരു ചെറിയ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ആ ഒരു FA കപ്പ് സീസൺ ഓൾറെഡി പ്രീമിയർ ലീഗിൽ തീരുമാനമായിട്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. 14ാമത്തെ പൊസിഷനിലാണുള്ളത്, 14th. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വിഷമം മാറ്റാൻ നമുക്ക് ഫാൻസിന് ഉള്ള ഒരു പിടിവള്ളി ആയിരുന്നു ആ ഒരു FA കപ്പ്. അതിന് തീരുമാനമായി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർ ഔട്ട് ഓഫ് ദി FA കപ്പ്. പെനാൽറ്റിയാണ്. പെനാൽറ്റി നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അത് നിർഭാഗ്യവശാലുകളാണ് എല്ലാം. പെനാൽറ്റീന് നമുക്ക് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ഒനാന. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒനാനയാണ് നല്ലപോലെ പറഞ്ഞത്. പക്ഷേങ്കിൽ ഇക്കളിക്ക് ചങ്ങായി പുള്ളിക്കാരെ അറ്റ്ലീസ്റ്റ് അവനെ കൊണ്ട് പറ്റുന്നത് പോലത്തെ സേവുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. നല്ലപോലെ നല്ല സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കളി കളിക്കുമ്പോൾ നമ്മൾ നല്ല തന്നെ പറയണം. പക്ഷേ പെനാൽറ്റി പറ്റില്ല. ബായിന്ദർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോയി. സത്യം പറയാലോ, ആ ഒരു ആർസണലിൻ്റെ കൂടെ നമ്മളെ എന്താ പറയുക വിജയത്തിലേക്ക് നയിച്ച ആ ഒരു ബായിന്ദർ ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി. ആ ഒരു അവസ്ഥയിൽ ഒരു ഒറ്റ ഷോട്ട് പെനാൽറ്റി സേവ് ചെയ്യേണ്ട പോട്ടെ, ആ ഒരു ഡയറക്ഷനിലേക്ക് അവന് ചാടാൻ പറ്റില്ല. അതാണ് ഭയങ്കര വിഷമം ഉണ്ടാക്കിയത്. ആ ഒരു എനിക്ക് തോന്നുന്നു ഒരൊറ്റ ഷോട്ടാണ് അവൻ ആ ഡയറക്ഷനിലേക്ക് ചാടിയത്. പക്ഷെ അതൊരു നല്ലൊരു പവർഫുൾ ഷോട്ടാണ്. എനിക്കൊന്ന് സെക്കൻഡ് പെനാൽറ്റി ആണോ എന്ന് തോന്നുന്നുണ്ട്. വേറെ ഒന്നും നടന്നില്ല. പിന്നെ പറയേണ്ടത് ഹോയ്ലുണ്ട്. എന്താണ് ഇവൻ കളിക്കുന്നത്? അവന് പകരക്കാരനായി വന്ന ഒബി മാർട്ടിൻ, 17 വയസ്സുള്ള സീനിയർ ടീമിൽ കളിക്കുക പോലും ചെയ്യാത്ത ഒരു പ്ലെയർ ഇന്നലെയാണ് അവന് ഓൾമോസ്റ്റ് കുറച്ചൊരു ടൈം കളിക്കാൻ കിട്ടിയത്. 52 മിനിറ്റാണ് കിട്ടിയത്. അതിൽ 3 ചാൻസസ് ആണ് അവൻ ക്രിയേറ്റ് ചെയ്തത്. നല്ല അടിപൊളി നല്ല ഷോട്ടായിരുന്നു. പക്ഷെ അത് ആ ഒരു എക്സ്ട്രാ മിനിറ്റിൽ ഒബീൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ഫിംഗർ ടിപ്സിലാണ് ലെനോ അത് സേവ് ചെയ്താളുള്ളത്. ഫിംഗർ ടിപ്സിൽ ഭയങ്കര വിഷമമുണ്ടായി പോയി അത് കണ്ടിട്ട്. പക്ഷേ നമ്മുടെ മെയിൻ സ്ട്രൈക്കറായ റാസ്മസ് ഹോയ്ലുണ്ടല്ലോ, അവൻ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഒരു സ്റ്റാറ്റ് കണ്ടത് 20 to 25 മാച്ചസിൽ പ്രീമിയർ ലീഗിൽ മാച്ചസിൽ അവൻ എടുത്തതാണ് ആ മൂന്ന് ചാൻസസാണ് അവൻ ബിഗ് ചാൻസസാണ് അവൻ ക്രിയേറ്റ് ചെയ്തത്. അത് നമ്മുടെ ഒബി മാർട്ടിന് 52 മിനിറ്റിൽ ചെയ്തു. എന്താണ് ഇവന് നമ്മളെ ഹോയ്ലുണ്ടിന് പറ്റിയത്? ഇനിയൊരു തിരിച്ചു വരവില്ല ശശിയെന്ന് പറഞ്ഞു പോയതുപോലെ പോയതാണോ ഈ ഹോയ്ലുണ്ട്? ഭയങ്കര വിഷമമുണ്ട്. പിന്നെ സിറിക്സി ശരിക്കും ഒരു സ്ട്രൈക്കറല്ല. 100% നമുക്ക് ഉറപ്പിക്കാം, സിറിക്സി സ്ട്രൈക്കറല്ല. സിറിക്സിക്ക് പറ്റിയ പൊസിഷൻ ആ ഒരു മിഡ് കളിക്കുന്നതാണ് അവന് കറക്റ്റ്. നല്ലപോലെ കളിച്ചു, ഇന്നലെ നല്ലപോലെ കളിച്ചു. ഭയങ്കര കരച്ചിലായിരുന്നു. ആ പെനാൽറ്റി മിസ്സാക്കി എന്ന് പറയാൻ പറ്റില്ല. ലെനോനെ നമുക്കറിയാം, പണ്ട് ആർസണലിൻ്റെ ഗോൾ കീപ്പർ ആയിരുന്നു. നല്ല ഗോൾ കീപ്പറാണ് ലെനോ. പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ക സേവ്. പിന്നെ അതുപോലെ ത്രൂ ഔട്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് 20 ഷോട്ടിൽ 9 ഓൺ ടാർഗറ്റ് നമ്മൾ ഇന്നലെ അടിച്ചത്. ഇന്നലെ നമ്മൾ കളിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി കളിയെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഭേദം തൊമ്മൻ എന്തോ ഒരു ചൊല്ലുണ്ട് അതിൽ, അത് എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല ഇപ്പോൾ. അതുപോലെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. പക്ഷേ 9 ഷോട്ട് ഓൺ ടാർഗറ്റിൽ ഒന്നേ ഉള്ളിൽ കയറിയുള്ളൂ. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി എല്ലാവരും, എന്താണത് അവസ്ഥ. അപ്പോൾ തന്നെ അതിൽ തന്നെ നമ്മുടെ ഡ്രോബാക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരു സ്ട്രൈക്കർ പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഇപ്പോൾ യുണൈറ്റഡ് ടീമിലുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇത്രയും കാലം ഞാൻ ആ ഒരു പ്ലെയറിനെ ഞാനും കുറ്റം പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറ്റി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ബ്രൂണോ ഫെർണാണ്ടസ്. ബംഗാളി എന്ന് തന്നെ പറയാം. ബംഗാളിന്ന് എടുത്ത് പറയേണ്ടി വരും. നല്ല പോലെ കഷ്ടപ്പെടുന്നുമുണ്ട്, നല്ല പോലെ കളിക്കുന്നുമുണ്ട്. അവൻ്റെ ആ ഒരു ലോങ് പാസുകളും ഒക്കെ പെർഫെക്റ്റ് തന്നെയാണ്. പക്ഷേ മിഡിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി കളി വരണം. എറിക്സണിനെ കൊണ്ടൊന്നും നടക്കൂല. പയ്യ ചങ്ങായിക്കൊക്കെ പ്രായമായി. എറിക്സൺ, കസമേറോ അതൊക്കെ സൈഡായി. പിന്നെ ഉള്ളത് ഉഗാർട്ടെ. പക്ഷേങ്കിൽ നമ്മുടെ CDM ആണ്, സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണല്ലോ. അപ്പോൾ അവൻ്റെ ഇതിലേ കളിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ബ്രൂണോനെ മാത്രം ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് പറ്റില്ല. ഇതൊന്നും നമ്മുടെ മാനേജ്മെൻറ്റ് ചിന്തിക്കുന്നില്ല. നമ്മൾ ഫാൻസ് ചിന്തിക്കുന്ന എന്താ പറയുക 10ൽ 1% പോലും അവന്മാർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സ്ട്രൈക്കർ ഇല്ലാത്ത ടീമിനെ മാറ്റി കളിയായിരുന്നു. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ഒരു ശതമാനം നമ്മളൊക്കെ ചിന്തിക്കുന്ന 10% ആടുന്ന് പൈസ കീശയിലേക്ക് വാങ്ങുന്ന ആ നാറികൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രൈക്കറിനെ വാങ്ങി തരില്ലായിരുന്നു. എന്തവസ്ഥയില്ല, പടുകുഴിയിലേക്ക് വീഴുക എന്നൊക്കെ പറയില്ലേ. ഇനിയിപ്പോൾ ആകെയുള്ളൊരു പിടിവള്ളിയും ഒരു പ്രതീക്ഷയും ആ ഒരു യൂറോപ്പ ലീഗ. എനിക്ക് തോന്നുന്നില്ല അത് ഇനിയിപ്പം വ്യാഴാഴ്ച റിയൽ സോസിഡാഡ് എടുത്ത് പന്നിക്കിടുവാണ്. ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും നമ്മൾ സ്പെയിനിൽ ഏതെങ്കിലും ഒരു നോക്കൗട്ട് ടീം വന്നിട്ടുണ്ടെങ്കിൽ എടുത്ത് കൊടഞ്ഞിട്ട് പോകാറാണ് പതിവ്. അതിന് ഓപ്പോസിറ്റ് നടക്കുമോ നടക്കൂലോ ഒന്നും പറയാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇന്നലെ നല്ലപോലെ കളിച്ചതായിരുന്നു. പക്ഷേ ആ ഫുൾഹാം പ്രതികാരം തീർത്തു. തട്ടിമുട്ടിയിട്ടാണ് ലീഗിൽ 2 ഗെയിം ഫുൾഹാമിനോട് ജയിച്ചത്. അതിനവന്മാർ നല്ല പ്രതികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ FA കപ്പിൽ തന്നെ ഔട്ടായി കളഞ്ഞത്. വല്ലാത്തൊരു എന്താ പറയുക, ഭയങ്കര വിഷമമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിഷമമുണ്ട്. ഇങ്ങനെയാവുമെന്ന് പ്രതീക്ഷിച്ചേ ഇല്ല. ലാസ്റ്റ് പെനാൽറ്റി ആയപ്പോൾ തന്നെ ആ ഒനാനയാണല്ലോ, നമ്മളെല്ലാവരും അറിയാം, തുടക്കം മുതലേ ഒനാനയാണ്. അപ്പോൾ വീണ്ടും ഒനാന ആയതുകൊണ്ട് ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കളിയാണ്, ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. മുന്നോട്ട് പോകുക ഇത് തന്നെയാണ്, വേറെ വഴിയില്ല. വേറെ അവസ്ഥ അതാണ് അവസ്ഥ. പിന്നെ നമ്മുടെ ഗെർനാച്ചോ വീണ്ടും സെൽഫിഷായി മാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കുറച്ച് 2-3 ചാൻസുകളും ഒരു ഫിനിഷൊക്കെ ചെയ്യുന്ന കോലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കൂല. നല്ല 1-on-1 ചാൻസൊക്കെ കിട്ടിയിട്ട് ഡിഫൻഡറിന് ഒരു ഷോൾഡർ പുഷ് കൊടുത്ത് ഫിനിഷ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ചങ്ങായി എന്തല്ലോ എങ്ങനെയെങ്കിലും അത് ബോൾ അടിക്കണമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങ് അടിച്ച് ഗോളിയുടെ കയ്യിൽ കൊടുക്കുകയില്ല. പക്ഷേ ഇന്നലെ ശരിക്കും നമ്മൾ ഡൊർഗുവിനെ മിസ് ചെയ്തു. ആ ഒരു വിങ്ങിൽ നമുക്ക് ശരിക്കും ഡൊർഗുവിനെ മിസ് ചെയ്തു. ഡാലോട്ടിനേക്കാളും ഇന്നലെ ഡാലോട്ട് കളിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ഡാലോട്ടിനേക്കാളും നമുക്ക് ക്രോസും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. ഒബിക്ക് ഇനിയും ഒബി മാർട്ടിൻ, ആ പയ്യനെ ഇനിയും നമ്മൾ ടൈം കൊടുത്താൽ, അമോറിം ടൈം കൊടുക്കണം. അമോറിം ടൈം കൊടുത്തേ മതിയാവുള്ളൂ. അമോറിം എന്തുകൊണ്ട് വീണ്ടും ഈ ഹോയ്ലുണ്ടിനെ തന്നെ പരീക്ഷിക്കുന്നത് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അല്ലെങ്കിൽ പിന്നെ പോട്ടെ, ഫസ്റ്റ് ഹാഫിൽ അവൻ ഇറങ്ങി, സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ ഒബി മാർട്ടിനെ കൊണ്ടുവരിക. ചെറിയ പയ്യനാണ്, ഓക്കെ, ഫിറ്റ്നസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ 70 വരെ ഈ ബോൾ ടച്ച് പോലും ചെയ്യാത്ത ഇങ്ങോട്ട് വെറുതെ നടക്കുന്ന ഇവനെ വെച്ച് വലിക്കുന്നതിന് നല്ലത് ഒരു പരീക്ഷണം നല്ല രീതിയിൽ ഇറക്കി വിടുന്നതല്ലേ. എന്തുകൊണ്ട് ഇതിങ്ങനെ വീണ്ടും ഇവനെ തഴയേണ്ട സമയമായി. ഇവനെ ഒഴിവാക്കേണ്ട ടൈമായി, എന്നാലേ ഇവൻ പഠിക്കുള്ളൂ. അല്ലാതെ ഇങ്ങനെ തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ യൂറോപ്പ ലീഗും കയ്യിൽ നിന്ന് പോകും. ഓൾറെഡി ലീഗ് റെലഗേറ്റ് ആവാണ്ട് എങ്ങനെയോ രക്ഷപ്പെട്ട് ഇങ്ങനെ എന്താ പറയുക, സിറാത്ത് പാലത്തിൽ നടക്കുന്നത് പോലെ ഇങ്ങനെ നൂലാമാലിൽ ഇങ്ങനെ നടക്കുകയാണ്. നമ്മുടെ പപ്പു പറഞ്ഞ പോലെ ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ മതി, നമ്മൾ ബെഞ്ചിനും തവിടുപൊടി, നമ്മളും യുണൈറ്റഡും തവിടുപൊടിയാവും. ആ ഒരു അവസ്ഥയിലുള്ള ഇനി ആകെയുള്ളൊരു കച്ചിത്തുരുമ്പ് പിടിച്ച് കയറാനുള്ളൊരു വള്ളി ആ ഒരു യൂറോപ്പ ലീഗ. എൻ്റെ പൊന്നമോറിമെ എന്ത് വില കൊടുത്തും അതിനൊന്നും നീ നിൽക്കുക. ആകെയുള്ളൊരു പിടിവള്ളി അതാണ്. പിന്നെ ഓൾഡ് ട്രാഫോർഡിൽ ഇനി കളിക്കാത്തതാണ് നല്ലത്. ഇതിലും നല്ലത് നമുക്ക് വേറെ സ്റ്റേഡിയത്തിൽ പോകണ്ട. ഹോം മാച്ച് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആർക്കും ഇപ്പം കയറി വന്ന് ചെണ്ട കൊട്ടിയിട്ട് പോകാൻ പറ്റുന്ന പോലത്തെ അവസ്ഥയായി മാറി ഓൾഡ് ട്രാഫോർഡ്. പണ്ടൊക്കെ ഏത് ജാതി ഓൾഡ് ട്രാഫോർഡായിരുന്നത് അവസ്ഥയാണ്. ഈ സീസൺ ഇതുപോലെ ഇനി തട്ടിമുട്ടി മുന്നോട്ട് കൊണ്ടുപോവുക, അതേ രക്ഷയുള്ളൂ. പക്ഷേ ആ ഒരു യൂറോപ്പ ലീഗ് ഒന്നും ഇല്ലാണ്ടായി. കാരണം ഇപ്പോൾ ട്രോള് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമോറിം ഔട്ട് വിളി തുടങ്ങി. എന്ത് കണ്ടിട്ട് ഈ അമോറിം ഔട്ട് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരനുള്ള സപ്പോർട്ട് കൊടുത്തിട്ടില്ല. വന്നതോ ടെൻഹാഗ് മുടിച്ചിട്ട് ഉണ്ടായ ഒരു ടീമിനെയാണ് അവൻ എടുത്ത് വളർത്തുന്നത്. അവൻ്റെ കംപ്ലീറ്റ് സിസ്റ്റം വേറെ. പിന്നെ ഇത് എന്ത് കണ്ടിട്ടാണ് ഈ കുറേ അവന്മാർ ഈ സോഷ്യൽ മീഡിയയിൽ അമോറിം ഔട്ട് വിളിക്കുന്നത്, ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്തായാലും തോറ്റു, തീരുമാനമായി, കപ്പിന്ന് പുറത്തായി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ആകെ ഒരു സിൽവർ വെയർ കൂടി കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അത് എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ മനസ്സിലുള്ളൂ. ബൈ.